CPM-ന്റെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, MLA, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അങ്ങനെ CPM-ന്റെ മുഖമായ പത്മകുമാർ ഇപ്പോൾ ചോദ്യത്തിന്റെ മുനയിലാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമോ? സ്വർണം എങ്ങോട്ട് പോയെന്നറിയാൻ കഴിയുമോ? CPM-ന്റെ നല്ല മുഖമായി അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്നതാണല്ലോ പത്മകുമാറിനെ. കണ്ടും കാരണം പ്രത്യേകിച്ച് അച്യുതാനന്ദൻ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് വന്നു, പിന്നീട് പിണറായിയുടെ സ്വന്തം ആളായി. ഏതായാലും അവിടെ പല വിധത്തിൽ പല ആൾക്കാരും നല്ലവൻ എന്ന് പറയപ്പെട്ടിരുന്ന ആൾ നല്ലവൻ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം നല്ലവൻ എന്ന് പറഞ്ഞാലും അവരുടെ ഒരു മുഖമുണ്ട്. ഞാൻ അങ്ങോട്ടല്ല കിടക്കുന്നത്. ഏതായാലും പത്മകുമാർ പ്രസിഡൻ്റായപ്പോഴാണല്ലോ ഈ സ്വർണ്ണപ്പാളി പൊളിക്കുകയും വാതിലിൻ്റെ ആ പാളിയുടെ ഭാഗം പൊളിക്കുകയും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് പത്മകുമാർ ഇതിൽ പങ്കുണ്ടാവും. പ്രസിഡൻ്റ് അറിയാതെ എങ്ങനെയാണ് നടക്കുന്നത്? പ്രസിഡൻറ്റും ഉദ്യോഗസ്ഥരും അറിയാതെ പ്രസിഡൻറ്റിന് കൈ കഴുകാൻ പറ്റുമോ? ഈ പ്രസിഡന്റുമാർക്ക് ആർക്കും കൈ കഴുകാൻ പറ്റില്ല. കുറേ നാളുകളായിട്ടുള്ള സർവ്വ പ്രസിഡന്റുമാർക്ക്, ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഏതായാലും അകത്താണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഉള്ളത് മറ്റേയാളേക്കാൾ MLA ആയിരുന്നു എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ, അല്ലേ? അപ്പം ചോദ്യം ചെയ്യുന്നത് ആരാണ് എന്താണ് എന്നനുസരിച്ചിരിക്കും. രഹസ്യ കേന്ദ്രത്തിൽ അതെ, രഹസ്യ കേന്ദ്രങ്ങളിൽ കാര്യമായിട്ടാണ് ചോദ്യം ചെയ്തതെങ്കിൽ, കാരണം മറ്റുള്ളവർ കാര്യമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണല്ലോ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞത്. ആ വിധത്തിൽ ചോദ്യം ചെയ്താൽ ഇയാളുടെ പങ്ക് ഉറപ്പായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ആ പങ്ക് വെളിയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച്, മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച്, പൊതുജനത്തിൻ്റെ അറിവനുസരിച്ച് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള വിധത്തിലാണ് ആ ചോദ്യം ചെയ്യുന്നതും. എവിടെയാണെന്നുള്ളത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇഞ്ചക്കലായിരിക്കും മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയത് അവിടേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്. ഇഞ്ചക്കലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസ്. പക്ഷേ പത്മകുമാറിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഇനി പത്മകുമാർ നേരിട്ട് അങ്ങനെ ഒരു ദൃശ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നേതാവായ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതും അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്, ചിത്രങ്ങൾ വെളിയിൽ വന്നാൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടാൽ അത് CPM-നെ ബാധിക്കുമെന്ന ഒരു ധാരണ ഉള്ളത് കൊണ്ടാണോ ഈ ഒളിച്ചുകളി? അതാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ അവർ പറഞ്ഞ അതേ വാക്ക് ഉപയോഗിച്ചാൽ മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പലരും. കാരണം അവരോടൊപ്പമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ അതിന് കാര്യമായിട്ടൊരിതില്ലാതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം ഉണ്ടാവും. ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, പാർട്ടി പ്രവർത്തിക്കും, പാർട്ടിയുടെ പോഷക സംഘടനകൾ പ്രവർത്തിക്കും, പാർട്ടിയുടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കും. ഇവരെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന് പറയാം. രാഷ്ട്രീയക്കാരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തു വരാതിരിക്കുകയാണല്ലോ ചെയ്യുക. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ സ്ട്രിക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആര് പൊളിച്ചു വെച്ചാലും ചിലപ്പം പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. മറ്റുള്ളവരെ പോലെ മാധ്യമങ്ങൾ പോയിട്ട് പിടിക്കാനോ കൊണ്ടുപോകാനോ അല്ല. പക്ഷെ മാധ്യമങ്ങളോട് പുറത്തു വരുമല്ലോ. പിന്നെ ശബരിമല അയ്യപ്പനെ സ്നേഹിക്കുന്ന വിഭാഗമുണ്ട്, ബഹുമാനിക്കുന്ന. ഈ അന്വേഷണം പോറ്റിയിൽ തുടങ്ങി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ എത്തി നിൽക്കുകയാണ്. ഇനി 2 or 3 ഉന്നതരെത്തുകയാണെങ്കിൽ പലരും പറയുന്നത് പോലെ ആ ബോസിലെത്താമല്ലോ. എത്തും. കാരണം പത്മകുമാറിനെ കാര്യമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പല്ലേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കട്ടെ. ഇനിയും നടപടി ഉണ്ടാകുകയാണെങ്കിൽ മന്ത്രിയിലേക്ക് എത്തും. മന്ത്രി ഇപ്പം ഞാനൊന്നും അറിയില്ല, ദേവനാരായണ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്, എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിയാതിരിക്കുമോ മന്ത്രിമാർ തീരുമാനിക്കുന്നതും എല്ലാവരും കൂടി മന്ത്രിസഭ തീരുമാനിക്കുന്നതും പിന്നെ ഇടതുപക്ഷ MLA-മാർ വോട്ട് ചെയ്ത് വരുന്ന ആളാണല്ലോ ഈ പ്രസിഡന്റുമാർ. സ്വാഭാവികമായിട്ടും ഇവർക്കെല്ലാം അതിൻ്റെ വിഹിതവും അതിൽ പങ്കും എല്ലാം ഉണ്ടാവും. ആകെയുള്ള പ്രശ്നം ഇപ്പോൾ ഇവർക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പുറത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ് ഇനി അവരുടെ ചിന്ത ഉണ്ടാകുക.
അപ്പോൾ അതനുസരിച്ച് ആൾക്കാരെ കബളിപ്പിക്കുന്ന സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി എടുക്കാൻ പോണത്, ഇല്ല ഇടതുപക്ഷം എടുക്കാൻ പോകുന്നത്. അതും കൂടി കണക്കിലെടുക്കണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വാർത്ത അനുസരിച്ചിട്ട് പത്മകുമാർ എന്ന് അറസ്റ്റ് ചെയ്യും വൈകുന്നേരത്തിനുള്ളിൽ, അല്ലെങ്കിൽ നാളെങ്കിലും അറസ്റ്റ് ചെയ്യും. അല്ല, അതിന് തെളിവ് വേണ്ട, ഉണ്ടായിരിക്കും തെളിവ്. ചോദ്യം ചെയ്യലിനാണല്ലോ തെളിവ് കിട്ടുന്നത്. അത്തരം തെളിവ് കിട്ടിയെന്നുള്ളത് എവിടുന്നെങ്കിലും മനസ്സിലാക്കിയ ആൾക്കാരാണല്ലോ ഇതിപ്പം പുറത്ത് പറയുന്നത്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു, അജ്ഞാത കേന്ദ്രത്തിലാണ്, ഇനി ഇവിടെ തന്നെ ഉണ്ടായിട്ട് അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് പറയാണമെന്ന് പറഞ്ഞുകൂടാ, ഉള്ള സ്ഥലത്ത് തന്നെ. കാരണം ഭരിക്കുന്ന സർക്കാരല്ലേ, ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പം ചോദ്യം ചെയ്യുന്നത്. ഇപ്പം ചോദ്യം ചെയ്യുന്ന പറയാൻ അങ്ങനെ ആയിക്കൂടായില്ല ഭാവിയിൽ. അതുകൊണ്ടാണ് ഇപ്പം ചോദ്യം ചെയ്യുന്നതെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ആ നിലയ്ക്കാണ് ഇപ്പോഴത്തെ പോക്ക് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സത്യം പുറത്തു വരട്ടെ. ശബരിമല അയ്യപ്പൻ ഇനിയും കലി അടക്കാതെ നിൽക്കുന്നുള്ള തെളിവാണ് ഇപ്പം 2 ദിവസമായിട്ട്. ഇങ്ങനെ പറയുമ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന മെല്ലപ്പോക്കാണല്ലോ. അതെ, മെല്ലപ്പോക്കാണ്. പ്രതിപക്ഷ പാർട്ടികളിലേക്ക് ഇത് എത്തിപ്പെടും, പ്രതിപക്ഷ പാർട്ടികളിലേക്ക്. കാരണം ഇവർ വരുന്നതിന് മുമ്പ് തൊട്ട് ഒരു കൂട്ടുകച്ചവടം. അല്ല, കാര്യം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഏതായിരുന്നു അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ, അത് നോക്കണം. പിന്നീട് അവർ ഏത് യൂണിയനിലേക്ക് മാറി. രണ്ടാമത് കള്ളത്തരം നടന്ന സമയത്ത് UDF-ന്റെ മന്ത്രി ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ. അപ്പം വെറും കൂട്ടുകച്ചവടം മാത്രമല്ല, ആ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ അന്ന് അവർ നിശ്ചയിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കോ പങ്കുണ്ടാകാമല്ലോ. അപ്പോൾ അതും കൂടി തുടർച്ചയാണല്ലേ, തുടർച്ചയാണല്ലോ. അതെ, അപ്പം തുടർച്ചയാണ്. അന്നേ കണ്ടുവച്ചതും ചിന്തിച്ചു വെച്ചതും അതിനുവേണ്ടി കാര്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടത്തിയതൊക്കെ ആ സമയത്തും ആകാം. അതിലേക്ക് എത്തിപ്പെടേണ്ട. അതുകൊണ്ടാണ് പ്രതിപക്ഷം വലിയൊരു പ്രക്ഷോഭത്തിലേക്കോ പോകാതെ നിൽക്കുന്നത്. ഇപ്പം പലരും ഇല്ല. ഇപ്പം എല്ലാവരും പറഞ്ഞപ്പോൾ ശബരിമല ഉണ്ടായ തിക്കും തിരക്കിനെ സംബന്ധിച്ചാണ് എല്ലാവരുടെയും ചർച്ച. സർക്കാർ ആഗ്രഹിക്കുന്നു അതാണ്. കാരണം ചർച്ച വഴിമാറ്റി വിടണം. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ തിക്കും തിരക്കും വലിയ പ്രശ്നമില്ല, സ്വാഭാവികമായിട്ടും അതങ്ങ് പോയിക്കോളും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഏതായാലും ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് കൂടിയിട്ടായിരിക്കും ഭരിക്കുന്ന സർക്കാരിൻ്റെ, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആഗ്രഹം. പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും ആഗ്രഹം അങ്ങനെ ആയിരിക്കാം. ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം ഈ ഉന്നതനെ പിടിച്ചാൽ അവിടെ സ്റ്റക്കാവില്ലേ? ഉദാഹരണം, ഈ പത്മകുമാറിനെ തന്നെ പിടികൂടിയാൽ അന്വേഷണം മുന്നോട്ട് പോകുമോ? പത്മകുമാറിനെ പിടികൂടി കഴിഞ്ഞാൽ അവിടെ നിർത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെറ്റാ. പത്മകുമാർ എന്ത് പറഞ്ഞു എന്നുള്ളതനുസരിച്ചിരിക്കൽ അന്യത്തെ അന്വേഷണം. പത്മകുമാറിൽ നിന്ന് അന്വേഷണ വിഭാഗത്തിന്, സംഘത്തിന് എന്ത് കിട്ടി അതനുസരിച്ചിട്ടാണ്. കാരണം ഇത് തടയിടാനുള്ളതും അന്വേഷണ സംഘത്തിനെ മറ്റൊരു ഭാഗത്തേക്ക് ആക്കാനും ഇപ്പോഴത്തെ കുറേ നാളുകളായിട്ട് നടക്കുന്ന എന്താ, യഥാർത്ഥ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു. നടക്കുന്ന അതാണ്. യഥാർത്ഥ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്നവരെ അന്വേഷണം മാറ്റി വെച്ചുകൊണ്ട് പഴയ പാർട്ടി പ്രവർത്തനത്തിലുണ്ടായിരുന്ന, ചെറുപ്പത്തിലുണ്ടായിരുന്ന ആൾക്കാരെ ഏത് സ്ഥാനത്തിരിക്കുന്നോ അവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. പലതും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒന്നുകിൽ സ്ഥലം മാറ്റും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയിരുത്തും. അവരെ അവസാന റിപ്പോർട്ട് കൊടുത്തത് പോലും മാറ്റിമറിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത്. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ, ആ തരം റിപ്പോർട്ട് കൊടുത്ത ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കിയ ചരിത്രം ഇപ്പം ഉണ്ടായല്ലോ. റിട്ടയർ ചെയ്തതിന് ശേഷം സ്ഥാനാർത്ഥിയാക്കിയത് അത് ആരുടെ ഇടയിൽ, അവർക്ക് ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കി നഗരസഭ ചെയർമാനാക്കാൻ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പാർട്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് അയ്യപ്പൻ്റെ ദർശനം അനുസരിച്ചിരിക്കും. അതേ പറയാൻ പറ്റൂ. അയ്യപ്പനിലേക്ക് വിടുക, ഭഗവാനിലേക്ക് സമർപ്പിക്കുക, സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ. ഇതേ ഇപ്പം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് പ്രതിപക്ഷം മിണ്ടില്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ചിലപ്പം മിണ്ടില്ല, ഭരിക്കുന്ന കക്ഷി അതനുസരിച്ച് നീങ്ങില്ല. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ഇപ്പം വന്ന പ്രസിഡന്റും അങ്ങനെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.